നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, 4-ാമത്തെ അധ്യായം പാരായണം ചെയ്തില്ല എന്ന് തോന്നുന്നു. നമുക്കതും കൂട്ടി 5ഉം ചേർത്ത് ഇന്ന് ആദ്യം പാരായണം ചെയ്യാം. 4-ാമത്തെ മുഴുവനും പറഞ്ഞുവോ എന്നും ശരിക്കും ഓർമ്മയില്ല. എന്തായാലും പിന്നീട് നോക്കാം. 4-ാമത്തെ അധ്യായം. ചതുർത്ഥോധ്യായ. വ്യാസ ഉവാച ഇതി ബ്രുവാണം സംസ്തൂയ മുനീനാം ദീർഘസത്രിണാം മൃദകുലപതിസൂതം ബഹ്വ്രജശൗനകോ ബ്രവീഡ്. ബഹ്വൃജ ആ വാക്ക് അത്ര പരിചയമുള്ള വാക്കല്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കണം. ബഹ് പ്ലസ് വൃജ, ബഹ്വൃജ. ശൗനകോ ബ്രവീഡ്. ശൗനകോ ഉവാച സൂത മഹാഭാഗവദനോ വദതാംബര കഥാം ഭാഗവതീം പുണ്യാം യഥാക ഭഗവാൻ ശുക. ഭഗവാൻ പ്ലസ് ശുക ചേരുമ്പോൾ ഭഗവാൻ ശുക. ചു നൗണു ഭഗവാൻ ശുക. കസ്മിൻ യുഗേ പ്രവൃത്തേയം താനേവാക്യേന ഹേതുനാ കുദത്തം ജ്യോതിത കൃഷ്ണ കൃതവാൻ സംഹിതാം മുനി തസ്യ പുത്രോ മഹായോഗി സമദൃക് നിർവികൽപക ഏകാന്തമതിരുന്നിത്രോ ഗൂഢോ മൂഢ ഇവേയതേ ദൃഷ്ടാനുയാന്തമിഷിമാത്മജമപ്യനഗ്നം. നഗ്നമല്ല അനഗ്നം. ദേവ്യോ ക്രിയാപരിദുർന സുതസ്യ ചിത്രം തത്വീക്ഷ്യ പൃച്ഛതി വിനോ ജഗതുത്തവാസ്തി ത്രിപുംപിത നതു സുതസ്യ വിവിക്തദൃഷ്ടേ കഥമാലക്ഷിതപൗരേ സംപ്രാപ്ത കുരുജാംഗലാനുന്മത്തമൂകജടവത് വിചരൻ ഗജതാക്വയേ കഥം വാ പാണ്ഡവേ അസ്യ രാജശ്ചേർബനിനാഥക സംവാദത്തമഭൂത്താദ എത്രേഷാ സാത്വതീശുതി സ ഗോദോഹനമാത്രം ഹി ഗൃഹേഷുഗ്രമേദിനാം അപേക്ഷതേ മഹാഭാഗത്തീർത്തി കുർവസ്തദാശ്രമം അഭിമന്യു ശ്രുതം സൂതാ പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാചൈര്യം കർമാണി ജഗൃണീഹിനാം സമ്രാട് കസ്യ വാഹേദോ പാണ്ഡൂനാം മാനവർദ്ധനാ പ്രായോപവിഷ്ടോ ഗംഗായാം അനാദിത്യാദിരാക്ഷ്യം നമന്തി യത്പാദനികേതമാ മനഃശിവായ ഹാനീയധനാനി ശത്രവാ കഥം സ വീരശ്യമംഗദുസ്തജാം നിവേഷ്ടതോ ത്രട്ടുമകോ മഹാസുഭി അസ്പഷ്ടമഹോ സഹാസുഭി ശിവായ ലോകസ്യ ഭവായ ഭൂതയെ ഉത്തമശ്ലോകപരായണാ ജനാഃ ജീവന്തിനാത്മാർത്ഥമസോ പരാശയം മുമോച നിർവിദ്യ കുതക്കളേവരം തർത്തരവന്നതമാചക്ഷപ്രിട്ടോ യതിക കിഞ്ചനാ മന്യേ താം വിഷയേ വാചാം നാഥമന്യത്ര ചാന്തതാൽ സൂതവാച ദാപരേ സമനുപ്രാപ്തേ തിദീയേ വിഗവരിരേ ജാതപരാശരാത് യോഗീ വാസവ്യാങ്കലയാഹരേ തക്കരാജിത്തരസ്തുത്യ ഉപസ്പൃശ്യ ജലേഷുജി വിവിക്തദേശാസീന ഉദിതേരി വിമണ്ഡലേ പരാവരത്നസ്തരട്ടിക്കാലേനാവ്യക്തരംഭസായുഗധർമ്മ വ്യതികരം പ്രാപ്തം ദ്വിയുഗേ യുഗേ ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തത്കൃതം അസദ്ദദാന നിസ്തത്താ ദുർമേധാംഗചിതാവിഷ്ടാ ദുർഭഗാൻ ച ജനാൻ വീക്ഷ്യ മുനീൻ ദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാണാം യദ്യോഹിതം അമോകതൃ ചാതുർഹോത്രം കർമ്മശുദ്ധം പ്രജാനാം വീക്ഷ്യ വൈദികം വ്യദതാത് യജ്ഞസന്ധത്യൈ വേദമേകം ചതുർവിധം. ഇവിടെ വ്യദതാദ്യജ്ഞസന്ധത്യൈ എന്നാണ്. അത് വ്യദതാത് പ്ലസ് യജ്ഞയാണ്. പിരിച്ചു വായിക്കുകയായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ വ്യദതാദ്യജ്ഞാന്ന് എഫർട്ട് എടുക്കണം. വിദതാത് യജ്ഞസന്ധത്തെ എളുപ്പം കിട്ടും. വിദതാത് യജ്ഞസന്ധത്തെ വേദമേകം ചതുർവിധം. വേദതാത് പ്ലസ് യജ്ഞ. വിദതാത് യജ്ഞസന്ധത്തെ വിദ്യാദ്യജ്ഞ എന്നൊക്കെ വായിക്കരുത്. വ്യദധാത് എന്നാണ് നോക്കുക. വ്യദധാത് യജ്ഞസന്ധത്തെ വേദമേകം ചതുർവിധം. ഋക്യജുസ്സാമധർവാക്യ വേദാ ചത്വാര കൃതാഃ ഇതിഹാസപുരാണം ച പഞ്ചമോ വേദ ഉച്യതേ തത്ര ഋഗ്വേദധരപ്പൈല. തത്ര ഋഗ്വേദ എന്ന് വായിക്കുകയാണ് നല്ലത്. ഋഗ്വേദന്ന് എഫർട്ട് എടുക്കണം. തത്ര ഋഗ്വേദധര. തത്ര ഋഗ്വേദധരപ്പൈല സാമഗോ ജൈമിനി കവി വൈശമ്പായനേവേഗോ നിഷ്ണാദോ യജുഷാമുദ അതർവാങ്കിരതാമാസി സുമന്ദുർദാരുണോ മുനി ഇതിഹാസപുരാണാനാം പിതാമേ രോമകർഷണ തേവർഷയോ വേദം സുസമ്യസ്യനേകതാ ശിഷ്യേ പ്രശിഷ്യേ തച്ഛിഷ്യേ വേദാർത്ഥേശാഖിനോ ഭവൻ ത ഏവ വേദാ ദുർമേദ ധ്യായന്തേ പുരുഷ യഥാ ഏവം ചകാര ഭഗവാൻ വ്യാസകൃപണവത്സല സ്ത്രീശൂദ്രദ്വിജബന്ധൂനാം ത്രയീശസ്യുതിയോജര കർമ്മശ്രയസ്വിമൂഢാനാം ക്ഷയ ഏവം ഭവേദിക ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാ കൃതം.
एवं प्रवृत्तश्चेष्टदा भूतानां शेषसिद्धिजा सर्वात्मकेनावियदा नासुच्यत्तदेन्ददा नादिप्रसीदत्तया सरस्वत्या तडेषु जौ विवितर्कयन् विविक्तत्ता इवं रोवाच धर्मपेर्धृतव्रतेन किमया चन्दान्ति गुरवोग्नया मानिधा निर्मलीकेन गृहीतं जानुशासनम् भारतव्यपदेशेनागाम्नाय अर्थश्च दृश्यते यत्र धर्मादिश्रीशूद्रादिभिरप्युदा तथापि बदमे देख्योक्यात्मा चैवात्मना विभो असम्पन्न इवाभाति ब्रह्मवर्चस्य सत्तमा किं वा भागवता धर्मान् प्रायेण निरूपिताः प्रिया परमहंसानां तयेव क्वचिदप्रिया तस्यैवङ्खिलमात्मानं मन्यमानस्य हिद्यदा कृष्णश्च नारदोऽभ्यागादाश्रमं राहुदाहृदं तमविज्ञाय तथा प्रत्युत्थाय गतं मुनि पूजयामास विधिव नारदं सुरपूजितम् ॐ श्रीकृष्णाय नमः श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां प्रथमस्कन्धेन विषयोपाख्याने चतुर्थोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दधा पञ्चमोऽध्याय सूत उवाच आततं सुगमासीन उपासीनं मृगच्छवा देवक्षिप्रागविप्रर्षि वीणापाणिस्मयन्निवा नारद उवाच पराशर्यमहाभागाभवतः कच्चिदात्मना परिदुष्टति शारीर आत्मा मानस एव वा जिज्ञासितं दुतं बन्नम् अभिधेमगदद्भुतं कृतवान् भारतं यस्तं सर्वार्थपरिबृङ्गितं जिज्ञासितमतीदं जायत्त ब्रह्म सनातनम् अथाभिश्वचस्यात्मानम् अकृतार्थ इव प्रभो व्यास उवाच अस्यैव मे सर्वमिदं तयोक्तं तथापि नात्मा परिदुष्यते मे तन्मूलमव्यक्तमगाधबोधं पृच्छामहे त्वात्मभवात्मभूतं स वै भवान् वेदसमर्थमुख्यमुपासितो यत्पुरुषपुराण परावरेशो वनसेव विश्वं त्यजत्यवत्यत्यगुणैरसङ्ग त्वं परिजडन् अर्क इव त्रिलोकीमन्दच्चरो वायुरिवात्मसाक्षी परे परे ब्रह्मणि धर्मदो प्रदे नादत्यमेनूनमलं विचक्ष्वा श्रीनारद उवाच भवतानुदितप्रायं यशो भगवतो मलं तेने वासो न तुष्येदमन्ये तद्दर्शनङ्किलं यदा धर्मादेच्छार्था विनिवर्यानुकीर्तिदा न तदा वासुदेवस्य महिमा अनुवर्णिदा न यद्भजच्चित्रपदं यशो जगत्पवित्रं मृगणीत कर्किजल तद्वायसं तद्वायसं അങ്ങനെ പറയാൻ നല്ലത് കാക്കേണ് തത് പ്ലസ് വായസം തദ്വായസം എന്ന് പറയുമ്പോൾ എഫർട്ട് കൂടും തദ്വായസം തീർത്ഥം ശന്തി മാനസ നയത്രകം സ നിരമന്യു ശിക്ഷയാ ഇവിടെയും തന്നെ തത് വാക് വിസർഗോ തദ്വാക് വിസർഗോ മലയാളത്തിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുക തത് വാക്ക് വിസർഗോ എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ട് തത് വാക് വിസർഗോ ജനതാക വിപ്ലവോ പ്രതിശ്ലോകം അബദ്ധവത്യപി നാമാന്യനന്തസ്തേ ശോങ്കിതാനി യശൃണ്ണന്തി ഗായന്തി ഗിണന്തി സാധവാ നൈഷ്കർമ്യമപ്യച്യുത ഭാവവർജിതം. അവിടെ ഞാൻ പറഞ്ഞു നൈഷ്കർമ്മ്യം അഭി അച്യുതം 3 വാക്കാണ്. ഇവിടെയൊക്കെ ഈ കിയാക്കൂട്ടവും കൂവാക്കൂട്ടവും ഒന്ന് വിടാനും തെറ്റി അങ്ങോട്ടും കൂടെ ആവാനും സാധ്യതയുള്ളതുകൊണ്ട് പറഞ്ഞ് ശരിക്കണം. നൈഷ്കർമ്മ്യം, നൈഷ്കർമ്മമല്ല, നൈഷ്കർമ്മ്യം അബി എന്നുള്ളത് കൂടുമ്പോൾ അപ്യു ഈ ആ ചേരുണ്ട്. അബി പ്ലസ് യു ആണ് അപ്യു. അച്യുത, ച്യുത എന്ന് വായിക്കരുത്, വിപരീത അർത്ഥമാവും. അച്യുതൻ എന്ന് പറഞ്ഞാൽ ശ്രുതിയില്ലാത്തവൻ, ച്യുതൻ എന്ന് പറഞ്ഞാൽ ശ്രുതിയുള്ളവനാവും. അപ്പം അച്യുതൻ അവിടെ ച്യുത വായിക്കുകയും ചെയ്തത് അപ്യച്യുത എന്ന് കൂട്ടി വെച്ചാൽ മതി. നൈഷ്കർമ്മ്യമപ്യച്യുത ഭാവവർജിതം. അച്യുതൻ ഓർക്ക്, അച്യുത ഭാവമർജിതം. നശോപതം ജ്ഞാനമലം നിരഞ്ജനം കുത പുനശ്ചതഭദ്രമീശ്വരേ നചാർപ്പിതം കർമ്മേദപ്യകാരണം മതോ മഹാഭാഗഭവാനമോകദൃക്ഷുജിശവ സത്യരഥോ ധൃതവ്രത ഉരുക്രമസ്യാകില ബന്ധമുക്തയെ സമാധിനാനുസ്മരത വിചഷ്ടിതം തഥോന്യതാ കിഞ്ചനയത് വിവക്ഷത പൃഥക്തൃതരൂപനാമഭി ന കുത്രചിത് ക്വാപി ചതുസ്ഥിതാമതിർലഭേദവാതാഹത നൗരിവാസ്പദം ജുഗസ്ഥിതം ധർമ്മഗതേനു ശാസത സ്വഭാവരക്തസ്യ ഭവാൻ വ്യതിക്രമ യദ്വാക്യതോ. യദ്വാക്യതോ എന്ന് വായിക്കണേക്കാൾ സുഖമാണ് യദ്വാക്യതോ ധർമ്മ ഇതീരിതത്തിതോ നമന്യതേ തസ്യ നിവാരണം ജനാഭിചക്ഷണോസ്ത്യാർഗതിവേരിതും വിഭോരണന്തഭാരസ്ത നിവൃത്തിത സുഖം പ്രവർത്തമാനസ്യ ഗുണേനാത്മനത്തരോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ त्यक्त्वा स्वधर्मं चरणाम्बुजं हरेर्भजन्नपक्कोदपदे तदो यदि यत्र क्व अभद्रमभूतमुष्य किं यत्र क्व अभद्रമാണ് ഭദ്രമല്ല यत्र क्व अभद्रम् अभूत् अमुष्य किं को वार्ता आप्तो अपजतां स्वधर्मदा
തസ്തൈവ കേതോ പ്രേതേത കോവിദോ യത് ഭ്രമതാം അതാ യത് ഭ്രമതാം ഉപര്യഥ തല്യബദേ ദുഃഖവദന്യത സുഖം കാലേന സർവത്ര ഗഭീരരം ഖസ നവേജനോ ജാതു കഥഞ്ജന അജയർമുകുന്ദ സേവ്യന്യവദംഗ സംസ്കൃതിയും. ഇവിടെ സേവി, മുകുന്ദ സേവി എന്നാണ് ഉദ്ദേശിക്കുന്ന വാക്ക്. മുകുന്ദനെ സേവിക്കുന്നവൻ മുകുന്ദ സേവി. പിന്നെ അന്യവദംഗ, മുകുന്ദ സേവി അന്യവദംഗ സംസ്കൃതിയും. മുകുന്ദ സേവി അന്യവദംഗ സംസ്കൃതിയും. മരൻ മുകുന്ദ്ര അവിടെ അത് മുകുന്ദാംഗ്രി ഉപഗൂഹനം. മരം മുകുന്ദാംഗ്രി ഉപഗൂഹനം. അംഗ്രിയെ ഉപഗൂഹനം ചെയ്യുക, കാലിനെ പുണര, ഭഗവത് പാദത്തെ പുണര, കെട്ടിപ്പുണര എന്ന് പറയാം. സ്മരൻ മുകുന്ദാംഗ്രി പ്ലസ് ഉപഗൂഹനം, മുകുന്ദാംഗ്രി ഉപഗൂഹനം, അംഗ്രി ഉപഗൂഹനം, മുകുന്ദ അംഗ്രി ഉപഗൂഹനം. പുനഃ വിഘാതുമിച്ഛന്നരസഗ്രഹോ യഥാ ഇതം കിവിശ്വം ഭഗവാനിവേദരോ യഥോചകസ്ഥാന നിരോധ സംഭവാ തദ്ധി സ്വയം വേദ ഭവാൻ തഥാപി വേ പ്രാദേശമാത്രം ഭവത പ്രദർശിതം. ത്വമാത്മനാത്മാനം അവേക്യമോഹദൃക്പരസ്ത്യപും സ പരമാത്മന കലാം അജം പ്രജാതം ജഗത ശിവായ തന്മകാനുഭാവോ വിതയോതിഗണ്യതാം ഇതം കിമും തത്തവദാശുദസ്യ വാ തിഷ്ടരുക്തത്തജ ബുദ്ധിദത്തയോ അവിച്ഛിതോർത്തക്ക വിനിരൂപിതോ യദുത്തമശ്ലോകഗുണാനുവർണ്ണനം. അഹം പുരാതീത ഭവേ ഭവം മുനി ദാസ്യാത്തു കർച്ചാർച്ചന വേദവാദിന നിരൂപിതോ ബാലക ഏവ യോഗിനാം ശുശ്രൂഷണേ പ്രാവൃഷി നിർവിവിക്ഷതാം തേ മയ്യഭേദാഖിലതാബലഭഗേദാന്തേ ധൃതക്രീഡനകേണുവർത്തിനി ചക്രുകൃപാം യദ്ദിവതുല്യദർശന ശുശ്രൂഷമാണേ മുനയോൽപഭാഷിണി ഉച്ചിട്ടലേവാൻ അനുമോദിതോ ദിജൈ തൃത്മപുഞ്ചേ തദപാർത്ഥ കിൽബിഷാം ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേത തദ്ധർമ്മേവാത്മരുചി പ്രജായത്തെ തത്രാന്വഹം കൃഷ്ണകഥാ പ്രഗായതാം അനുഗ്രഹേണ ശൃണുമം മനോഹരാം. താശക്തയാമേനുപദം വിശൃണ്ണതാ പ്രിയശ്രവസ്ത്യംഗമമാഭവരുഷി തസ്മിൻ തദാ ലദ്ദരുജമഹാമുനെ പ്രിയശ്രവസ്തസ്കലിതാമതിർമമ ഏയാകമേതത് സദസത്വമായ. അവിടെ കുറച്ച് കൂട്ടക്ഷരങ്ങളുണ്ട്. ഏയാകമേതത്, ഏയാകമേതത് സദസത്വമായ, സദസത്വമായ എന്നല്ല സദസത്വ. ത് പ്ലസ് സായുണ്ട്, തീയുണ്ട്, സായുണ്ട്, 3 കൂട്ടക്ഷരം വരും ചിലപ്പോൾ. അപ്പോൾ ഇവിടെ 3 വന്നു. പ്രിയശ്രവസ്യ അസ്കലിതാമതിർമമായാകമേത തരുതത് സദസത്വമായ. ത് സ വകാരം അവസാന സദസത്വമായ എന്ന് തന്നെ വായിക്കണം. സദസത് ഒന്നങ്ങോട്ട് പിരിക്കുക, സദസത്ത് പിന്നെ സ്വമായ. അപ്പോൾ എളുപ്പമായി. സദസത് സ്വമായ പശ്യേമൈ ബ്രഹ്മണി കൽപ്പിതം വരേ ഇത്തൻ ശരപ്രാവൃഷിക വൃദൂഹരേ വിശൃണ്ണതോ മേണുതപമ്യശോമലം സങ്കീർത്യമാനം മുനിവിർമഹാത്മവിർഭക്തി പ്രവൃത്താത്മരജർത്തമോപഘ തസ്സേവം മേ അനുരക്തസ്യാവൃഷിതത്യകഥേന സാ ശ്രദ്ധദാനസ്യ ബാലസ്യതാന്തസ്യാനുചരത്യജ്ഞാനം ഗുഖ്യതമം യത്തക്ഷാൽ ഭഗവതോദിതം അന്നഭോജൻ ഗമിഷ്യന്ത കൃപയാദീനവത്സലാം ഏനൈവാഹം ഭഗവതോ വാസുദേവസ്യ വേദസാമായാനുഭാവം അവിധം ഏന ഗച്ഛന്തി തത്പദം. ഏതത് സംസൂചിതം, ഏതത് സംസൂചിതം, ഏതത് പ്ലസ് സംസൂചിതമാണ്. ഏതത് സംസൂചിതം ബ്രഹ്മൻ താപത്രയ ചികിത്സിതാം യതീശ്വരേ ഭഗവതി കർമ്മബ്രഹ്മണി ഭാവിതം ആമയോ യശ്ച ഭൂതാനാം ജായതേന സുവ്രത തദേവ ക്യാമയം ദ്രവ്യം ന പുനാതി ചികിത്സിതം ഏവ നൃണാംഗ്രിയ യോഗാ സർവേ സന്തി ഹേതവ ത ഏവാത്മവിനാശായ കൽപ്പന്തേ കൽപ്പിതാ പരേ. യതത്ര ക്രിയതേ കർമ്മ ഭഗവത് പരിതോഷണം ജ്ഞാനം എത്തത്തധീനം ഗീ ഭക്തിയോഗസമന്വിതം. ജ്ഞാനം എത്തത്തധീനം ഗീ, എത്തത് പ്ലസ് അധീനം, എത്തത്തധീനം ഗീ ഭക്തിയോഗസമന്വിതം കുർവാണ എത്ര കർമാണി ഭഗവത് ചിട്ടയാ കൃത്ത് ഗുണന്തി ഗുണനാമാനി. അവിടെ ഗൃണന്തി ഗുണം ഒന്ന് ഇങ്ങടാണ് കുനി, ഒന്ന് അങ്ങടാണ്, ഇടത്തോട്ട് ഒന്ന് വലത്തോട്ട്. ആദ്യത്തെ വലത്തോട്ട്, അപ്പോൾ ഗൃണന്തി എന്ന് വായിക്കണം. വലത്തോട്ട് കുനിച്ച ഗൃണന്തിയാണ്, ഇടത്തോട്ട് കുണിച്ച ഗുണന്തിയാണ്. വ്യത്യാസമുണ്ട്. ഗൃണന്തി ഗുണനാമാനി കൃഷ്ണച്ചാനു നരന്തി ചാം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ നിരുദ്ധായ നമസ്സംഘർഷണായ ചാം ഇതി മൂർത്തവിധാനേന മന്ത്രമൂർത്തിം അമൂർത്തികം യജതേ യജ്ഞപുരുഷം സതമ്യ ദർശന പുമാൻ ഇമം സ്വനിഗമം ബ്രഹ്മൻ അവേറ്റമധിഷ്ഠിതം അതാന്മേ ജ്ഞാനമൈശ്വര്യം സ്വസ്മിൻ ഭാവം ച കേശവ തമപ്യത ഭ്രശ്രുത വിശ്രുതം ദിഭോ
അഭി അദഭ്രശ്രുത വിശ്രുതം നിഭോ സമാപ്യതേ ഏനവിധം ബുഭുത്സിതം ആഖ്യാഹി ദുഃഖേർ. അവിടെ പ്രഖ്യാഹി എന്നും ചില പുസ്തകങ്ങളുണ്ട്. ആഖ്യാഹി ദുഃഖേർമുഖുരർത്തിതാത്മനാം സംക്ലേശ നിർവാണം ശന്തിനാന്യതാവും ശ്രീകൃഷ്ണായ നമ. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ വ്യാസനാരദ സംവാദേ പഞ്ചമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തീരെ 4-ാമത്തെ അധ്യായം മുഴുവനാക്കിയില്ല എന്ന് തോന്നൽ മനസ്സിൽ ഇങ്ങനെ അത് കടന്ന് കളിക്കണു. പിന്നെ നമുക്ക് അതൊന്ന് ചിന്തിക്കാം. എന്നിട്ട് 6ലേക്കുള്ള പോക്ക് കുഴപ്പമില്ലല്ലോ. അതിപ്പോൾ എവിടെയെങ്കിലും വിട്ടിട്ടുള്ളൊരിത് വേണ്ട. 4-ാമത്തെ അധ്യായം നമുക്കൊന്ന് നോക്കണം എന്നാണ് ഭഗവാൻ പറയിപ്പിക്കുന്നത്. അപ്പം നോക്കാം. ഇതി ബ്രുവാണന്തം തൂയമുനീനാന്തർഗതൃണാം വൃദ്ധകുലപതി സുദംബക്കുരുശൗനഗോ ബ്രവീൻ. ഇതി ഇപ്രകാരം ബ്രുവാണം പറയുന്ന സൂതനെ സംസ്തൂയ സ്തുതിച്ചിട്ട് ദീർഘസത്രീണാം മുനീനാം സത്രം നടത്തുന്ന മഹർഷിമാരുടെ മധ്യത്തിൽ കുലപതി ആയിരിക്കുന്ന ശൗനകൻ പറഞ്ഞു. കുലപതി എന്ന് പറഞ്ഞാൽ വാദ്യകുലപതി അല്ലേ, മദ്ദള കുലപതി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ അർത്ഥം? 1000 ശിഷ്യന്മാരുള്ളവരെ അത്രേ കുലപതി എന്ന് പറയാം. ഒരു സ്ഥാനം തന്നെയാണ്. 1000 ശിഷ്യന്മാരുണ്ടാവുക എന്ന് പറഞ്ഞാൽ പറയാൻ ഇരിക്കാൻ വയ്യല്ലോ, ശരിയല്ലേ? അവരെയാണ് നമ്മൾ കുലപതി. മദ്ദള കുലപതി എന്ന് പറഞ്ഞാൽ 1000 മദ്ദള ശിഷ്യന്മാരുള്ളവർ, 1000 ശിഷ്യന്മാരുള്ളവരെ വാദ്യകുലപതി എന്ന് പൊതുവേ പറയും. അവിടെ കുലപതിക്ക് 1000 ശിഷ്യന്മാരുണ്ടാവണം എന്നാണ്. നല്ല കുലപതി എന്നുള്ള പേരിന് അർഹനാവുള്ളൂ. ആ ബഹുരജ ഋഗ്വേദം അറിയുന്ന ശൗനകൻ പറഞ്ഞു. ശൗനകാദികൾ ചോദിച്ചു. സംസ്കൃതത്തിൽ ചോദിക്കലും പറയലും ഒരേ വാക്കാണ്. ചോദിച്ചു എന്നുള്ളതിന് വേറെ വാക്കില്ല. പറഞ്ഞു. വാച എന്ന് പറഞ്ഞാൽ അത് ചോദ്യമാവാം, പറയലും ആവാം. എന്താ ശൗനകാദികൾ ചോദിച്ചത്? അടുത്ത ശ്ലോകം. സൂത മഹാഭാഗാവതനോവദാംബര. പറയുന്നത് ശ്രേഷ്ഠനായിട്ടുള്ള സൂത, ഭാഗ്യവാനേ എന്ന് വിളിച്ചു. എന്തേ ഭാഗ്യവാൻ? സ്വത്ത്, സ്വർണം, വീട്, വളപ്പ്, എസ്റ്റേറ്റ് ഇതുണ്ടാവുകൊണ്ടല്ല. അവിടെ മഹാഭാഗ എന്നുള്ള വാക്കിന് അടിസ്ഥാനം ഈശ്വര കഥ പറയാനുള്ള ഭാഗ്യം കിട്ടി, അതന്നെ. അതിലും മീത ഭാഗ്യം എന്താ വേണ്ട? സൂത മഹാഭാഗ, ഭാഗ്യവാനായുള്ളവൻ. ഇങ്ങനെ ഈശ്വരഗതിയും പറഞ്ഞ് നടക്കുക. അതിനും വേണ്ട ഒരു ഭാഗ്യം. കഥാം ഭാഗവതിയും പുണ്യാം യഥാക ഭഗവാംശുകാം. അപ്പോൾ അവിടെ പറയണ യാതൊന്നിനെ പറഞ്ഞതായിട്ടുള്ളതായ ആ കഥ വീണ്ടും ഞങ്ങളോട് പറയുക. കേട്ടിട്ടും പിന്നെയും കേൾക്കണം എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒട്ടും അതിലൊരു ഉപേക്ഷയോ മടുപ്പോ തോന്നുന്നില്ല. കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാക്കേന ഹേതുനാ കുതസഞ്ചോദിത കൃഷ്ണകൃതവാന്തം വിദാമനിയും. എന്താ ഇപ്പം ഞങ്ങൾക്ക് അറിയേണ്ടത് എന്നാണെങ്കിൽ, കസ്മിൻ സ്ഥാനേ കേന ഹേതുവ, ഏത് സ്ഥാനത്ത് ഏത് കാരണത്താൽ ഈ ഭാഗവതം രചിക്കപ്പെട്ടു. ഇയം പ്രവൃത്ത, ഇതുണ്ടായി. ഇയം എന്ന് പറഞ്ഞാൽ ഇത്, പ്രവൃത്ത ഉണ്ടായി. കൃഷ്ണ കൃത സഞ്ചോദിത. കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യാസൻ എന്നർത്ഥമാണ്. വാക്കിനൊക്കെ സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം. കൃഷ്ണദ്വൈപായനൻ എന്ന് വ്യാസന് പേരുണ്ട്. ഈശ്വരാവതാരം ആയതുകൊണ്ടും കൃഷ്ണൻ എന്ന് പ്രയോഗിക്കുന്നതിൽ തെറ്റില്ല. കൃഷ്ണ എന്ന് പറഞ്ഞാൽ വ്യാസമുനി കുത സഞ്ചോദിത, ഏത് പ്രേരണ കൊണ്ട് ഈ സംഹിത ഉണ്ടാക്കി? ചോദ്യം. തസ്യ പുത്രോ മഹായോഗി സമതൃത് നിർവികൽപക ഏകാന്തമതിരുന്നിദ്രോ ഗൂഢോ മൂഢൈവേയത്തെ. മഹായോഗിയായിട്ടുള്ള തസ്യ പുത്ര, അദ്ദേഹത്തിൻ്റെ പുത്രൻ നിർവികൽപ്പ സമാധിയിൽ ലയിച്ചിട്ട് അത്ര അധികം ഉണ്ടാവുക, അധിക സമയവും. പിന്നെ എന്തിനു വേണ്ടി ഇത് പഠിച്ചു? നിർവികൽപ്പ സമാധിയിൽ എത്താനാണ് ഭാഗവതം. എത്തിക്കഴിഞ്ഞാൽ വേണ്ടെന്നാ. എത്തിക്കഴിഞ്ഞവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ശുഗൻ അവിടെ എത്തിയാളല്ലേ, പിന്നെ എന്തിനാണ് ഈ ഭാഗവതം പഠിച്ചത്? അദ്ദേഹം ഒരു മൂഢനെ പോലെ ഇങ്ങനെ സഞ്ചരിക്കും. മൂഢനായിട്ടല്ല, കാണുന്നവർക്ക് തോന്നുന്നു ഇയാളൊരു മൂഢനാണ്. മഹാന്മാരെ പലർക്കും അങ്ങനെ തോന്നുക. പ്രപഞ്ചകാര്യത്തിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. എൻ്റെ ഉദാഹരണം ദൃഷ്ടാനുയാന്തമിഷിം ആത്മജമപ്യമഗ്നം ദേവ്യോ ക്രിയ പരിതതുർണസുതസ്യ ചിത്രം തദ്വീക്ഷ്യ പൃച്ഛതി പുനാ ജഗതുത്തവാത്രീതി പുംസിത നതു സുതപ്ത വിവിക്തദൃഷ്ടേ. ഋഷിം ആത്മജം അപ്യമഗ്നം. ഋഷിയായിട്ടുള്ള വ്യാസൻ വസ്ത്രം ഉടുത്തുകൊണ്ടുപോയി. അനഗ്നം, നഗ്നതയില്ലാതെ
നഗ്നതയില്ലാതെ പോകുമ്പോൾ ദേവ്യോ മാനസതരത്തിൽ കുളിക്കുന്ന സ്ത്രീകൾ പരിഭ്രമവും ലജ്ജയും ഉണ്ടായി അവർക്ക്. അതിന് വശംബതരായിട്ട് ഹ്രിയ ലജ്ജയാൽ വസ്ത്രത്തെ ഉടുത്തു. ഹ്രിയ പരിതതുർ ന സുദർശ്യ ചിത്രം, ആച്ഛാദനം ചെയ്യുക പറഞ്ഞ പരിതതുർ ആച്ഛാദനം ചെയ്യുക, നഗ്നത മറച്ചു. ശുഗൻ പോയപ്പോഴോ വസ്ത്രമില്ലാതെയാ ശുഗൻ പോണ്. ഒരു വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല. ഈ ശരീരബോധമുള്ളവർക്കേ വസ്ത്രവും അതിലുള്ള ഭ്രമം ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അതിൻ്റെ അപ്പുറത്തേക്ക് കിടന്നതായിട്ടുള്ള ശുഗന് വസ്ത്രമേ ഇല്ല. അതുകൊണ്ട് ഈ സ്ത്രീകൾക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായതുമില്ല. അപ്പോൾ വ്യാസൻ ചോദിച്ചു, ഇതെന്താ അങ്ങനെ? ഞാൻ വസ്ത്രം എടുത്തിട്ട് പോയിട്ട് നിങ്ങളെന്തിനാ എന്നെ പേടിച്ചത്? വസ്ത്രമില്ലാതെ എൻ്റെ പുത്രനെ എന്തുകൊണ്ട് പേടിച്ചില്ല? തത് വീക്ഷ പൃച്ഛതി വിനോ ജഗതുത്തവാസ്തി. ചോദിക്കപ്പെട്ടതായിട്ടുള്ള മഹർഷിയോട് ആ സ്ത്രീകൾ പറഞ്ഞു, തവാസ്തി സ്ത്രീ പുംസിത, അങ്ങേക്ക് സ്ത്രീ പുരുഷൻ എന്ന ഭാവം ഉണ്ട്, മകനോ അതില്ല. നതു സുതസ്യ, സുതനതില്ല. സ്ത്രീ പുംഭഭാവം സ്ത്രീ പുരുഷൻ അതൊന്നും വിട്ടിരിക്കണം ശുഗൻ. ഏത് സ്ത്രീയുടെ അടുത്തിരുന്നാലും ഏത് പുരുഷൻ്റെ അടുത്തിരുന്നാലും ഒരേ അവസ്ഥയാണ് ശുഗന്. ആ ഒരു വ്യത്യാസം മനസ്സിൽ തോന്നണില്ല. എന്താ കാരണം? ശരീരം പഞ്ചഭൂതമാണ്, ആത്മാവ് പഞ്ചഭൂതമാണ്. ഉള്ളിലുണ്ടോ വ്യത്യാസം, പുറത്തുണ്ടോ വ്യത്യാസം? രണ്ടുമില്ല. പിന്നെ എവിടെ വ്യത്യാസം? വ്യത്യാസം എന്ന് പറയുന്നത് ഒരു തോന്നലും ഒരു പ്രതീതിയും മരീചികയും മാത്രമാണ്. അതിലപ്പുറമൊന്നും അതിനകത്തില്ല. ഒരു തോന്നൽ മാത്രം, അത്രയേ ഉള്ളൂ. ആ ഒരു ബോധത്തിലേക്ക് എത്തിയത് കൊണ്ട് അങ്ങയുടെ പുത്രനായ ശുഗമഹർഷിയെ ഞങ്ങൾ ഭയന്നില്ല. എന്തിനാ ഭയക്കണം? അങ്ങക്ക് ആ ഒരു വ്യത്യാസം മുഴുവൻ അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങ് കുറ്റവാളിയൊന്നുമല്ല, തെറ്റുകാരനൊന്നുമല്ല, അപരാധിയൊന്നുമല്ല. എങ്കിലും ആ ഒരു മകൻ എത്തിയോടത്ത് അങ്ങ് എത്തിയിട്ടില്ല. അപ്പം അത്ര കേമനാണ് ശുഗൻ എന്ന് ഇവിടെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് പറഞ്ഞത്. അത്രയും ആത്മഭാവത്തിലുള്ള ശുഗന് ഭാഗവതം എന്തിനാണ് പഠിക്കണത്? ഭാഗവതം പഠിച്ച് എവിടെ എത്താമോ അവിടെ എത്തിയ ഒരാൾക്ക് വീണ്ടും വഴിയിൽ നിൽക്കേണ്ട ആവശ്യം. ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ പിന്നെ വഴി വേണോ എന്ന് ചോദ്യം പറഞ്ഞു. കഥമാലക്ഷിതപ്പുരേ സംപ്രാപ്ത കുരുജാങ്കലാൻ ഉന്മക്തം മൂക ജഡവൻ വിജരൻ ഗജതാക്വേ. ഉന്മത്തൻ, മൂകൻ, ജഡവൻ എന്നിവരെ പോലെ ആണ് ശുഗനെ ഉണ്ടാവുക. ഒന്നിലൊരു താല്പര്യമോ അല്ലെങ്കിൽ ഒന്നിലൊരു പ്രസരിപ്പോ ഒന്നുമില്ല. അപ്പം അത്തരത്തിലുള്ളതായിട്ടുള്ള ശുഗൻ 7 ദിവസം ഈ ഭാഗവതം കേൾക്കാൻ അവിടെ നിന്നത് എന്തുകൊണ്ടാണ്? കഥം പാണ്ഡവേയത്തെ രാജക്ഷേർമിനാ സഹ സംവാദ സംഭൂത്താത എത്ര ഏഷാതീശ്വതി. പാണ്ഡുകുലത്തിൽ ജനിച്ചിട്ടുള്ള പരീക്ഷിത്ത് മഹാരാജാവിന് ഈ ശുഗനോടുള്ള സംവാദം എങ്ങനെ ഉണ്ടായി? പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു എന്നാണല്ലോ. എങ്ങനെയാണ് പരീക്ഷത്തും ശുഗനും കണ്ടത്? കാരണം ഉണ്ടാവണല്ലോ. രാജ കൊട്ടാരത്തിൽ സർവഭോഗങ്ങളോടും സുഖത്തോടും പ്രൗഢിയോടും ഇരിക്കുന്ന പരീക്ഷിത്ത് ഗംഗാതീരത്ത് പോയിട്ട് മരവും വൽക്കലം മുതലായിട്ടത് ധരിച്ച് അവിടെ ഇരുന്നു എന്നാണ്, ഭക്ഷണം ഉപേക്ഷിച്ചിട്ടേ. ഒരു രാജാവിന് ഇങ്ങനെ ഒരു അവസ്ഥ വരേണ്ട കാര്യം എന്താണ്? അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. സ ഗോദോഹന മാത്രം ഭീ ഗൃഹേഷു ഗൃഹമേതിനാം അപേക്ഷതേ മഹാഭാഗ തീർത്ഥീ കുറുവന്തദാശ്രമം. എവിടെയും ഒരു നിൽക്കില്ല ഈ ശുഗൻ. അങ്ങനെയാണ്. അതാണ് ഗോദോഹന മാത്രം ഹി. പശുവിനെ കറക്കണ സമയത്ത് പോലും എവിടെയും നിൽക്കാത്ത ആളാണ്. പശുവിനെ കറക്കണ സമയം വളരെ കുറച്ചാണ് പണ്ട്. കുറച്ച് എത്രേ കറന്നെടുക്കുള്ളൂ. ബാക്കി കുട്ടിക്ക് കുടിക്കാൻ അവിടെ നിർത്തണം. അതല്ലെങ്കിൽ പാപമാണെന്നാ. പ്രകൃതി അതിൻ്റെ കുട്ടിക്ക് കൊടുക്കാനാണല്ലോ പശുവിന് പാല് കൊടുത്തിരിക്കണത്. അപ്പോൾ ആ കുട്ടിക്ക് അവകാശപ്പെട്ടത് നമ്മൾ ശരിക്കും പാപ ചെയ്യണം. അതിനെ കുടിപ്പിച്ചിട്ട് പശു ചുരത്താൻ തുടങ്ങിയാലോ കുട്ടിയെ മാറ്റി നമ്മളിട്ട് കറന്നെടുക്കുക. അത് ചില ആൾക്കാർ ലേശം അതിൽ കുട്ടിക്ക് കുടിക്കാൻ വെക്കണം എന്നാണ്, അല്ലെങ്കിൽ അത് പാപം ഉണ്ടാവും എന്നാണ്. എന്തിനാ പറഞ്ഞു വെച്ചാൽ അത്രയും ചെറിയ ഒരു സമയം ഒന്നേ പശുവിനെ കറക്കാവൂ, കൂടുതൽ കറക്കരുത് എന്നാണ്. അപ്പോൾ അത്രയും ചെറിയ സമയത്ത് മാത്രം ഒരു ഭാഗത്ത് നിൽക്കുന്ന ഈ ശുഗമഹർഷി 7 ദിവസം എങ്ങനെയാണ് കേട്ടത്? അച്ഛൻ ആദ്യം പഠിക്കാനല്ലോ, എന്നിട്ടാണല്ലോ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുക. കേൾക്കാണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അഭിമന്യുസുതം സൂതപ്രാകുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാശ്ചര്യം കർമാണി ജഗൃണീനാം
അഭിമന്യുസുതനായിരിക്കുന്ന പരീക്ഷിത്ത്, അർജുനൻ്റെ പുത്രൻ അഭിമന്യു, അഭിമന്യുവിൻ്റെ പുത്രൻ പരീക്ഷിത്ത്. അപ്പോൾ അത് ആ കർമ്മവും ജന്മവും ഞങ്ങൾക്ക് പറഞ്ഞു തരുക. തസ്യ ജന്മ മഹാശ്ചര്യം കർമാണിത് ഗൃണീകിനി. അതൊക്കെ ചോദ്യമാണ്, ഭാഗവത ഉപദേശത്തിനുള്ള ചോദ്യങ്ങൾ, അത്രയേ ഉള്ളൂ. സമ്രാട് കസ്യവാഗേതോ പാണ്ഡൂനാം മാനവർദ്ധന പ്രായോപവിട്ടോ ഗംഗായാം അനാദിത്യാദിരാക്ഷ്യം. സമ്രാട്ട് ആയിരിക്കുന്ന പരീക്ഷിത്ത് ഗംഗാതീരത്ത് എത്തിയത് എങ്ങനെയാണ്? നമന്തി യത്പാദനികേതമാത്മന ശിവായ കാനീയ ധനാനി ശത്രവ കഥന്ത വീരസ്യമംഗതുത്പർത്തു അഹോ സഖാസുബി. ശത്രുവ ആത്മന ആത്മാവിൻ്റെ ശിവായ മംഗളത്തിനായിക്കൊണ്ട് ധനാനി ആനിയ കൊണ്ടുവന്നിട്ട് വട്ടമാകും വണ്ണം ഏതൊരു എൻ്റെ ചരണപീഠത്തെ നമന്തി. അത് ആ പരീക്ഷത്തിൻ്റെ ഒരവസ്ഥ പറഞ്ഞിരിക്കുകയാണ്. സമ്രാട്ടാവുക, ചക്രവർത്തിയാവുക എന്നൊക്കെ പറഞ്ഞാൽ ശത്രുക്കൾ പോലും കപ്പം കൊടുക്കുക എന്ന് പറയാറുണ്ടല്ലോ. ധനവും സ്വർണവും കാക്കൽ വെച്ച് നമസ്കരിക്കുന്ന ആളാണ് ആര്? പരീക്ഷിത്തേ. നമന്തി പാദനികേതം. ഏതൊരു ഭവൻ രാജാവിൻ്റെ പാദമാണോ ശത്രുരാജാക്കന്മാരും കീഴടങ്ങിയിട്ട് തങ്ങളുടെ കീഴ്ക്കോയ്മ പരസ്യമായിട്ട് സമ്മതിച്ചിരുന്നത്. ശിവായ ഹാനീയ ധനാനി ശത്രവ കഥം സ വീരസ്യ മംഗതുത്തജാഞ്ജുവേട്ട തോൽപ്പെട്ടുമകോ സഖാസുഭി. ത്യജിക്കാൻ വളരെയധികം വിഷമമുള്ള അത്തരം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോരുത്തർ എന്തൊക്കെ കാട്ടിക്കൂട്ടണം ആലോചിച്ച് നോക്കുക. അത്രയൊന്നും ചക്രവർത്തിയുടെ സുഖമുള്ള പദവിയല്ല ഒന്ന്, എന്നാലും അധികാരം തന്നെയല്ലേ. പണ്ടത്തെ പോലെയൊന്നും ഇല്ല കേട്ടോ, എന്നാലും അതിനു വേണ്ടി തമ്മത്തിലിണു ആൾക്കാർ കണ്ടു. അപ്പോൾ ഈ പഴയ കാലത്ത് ഇത്രമാത്രം കേമത്തം ഒരു സിംഹാസനത്തിലിരിക്കുമ്പോൾ ഉണ്ടാവും. ഉപേക്ഷിക്കാൻ മനസ്സുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കണം. ആ സ്ഥാനം ഉപേക്ഷിച്ച് ഗംഗാതീരത്ത് അദ്ദേഹം എത്തിച്ചേർന്നതിനുള്ള സാഹചര്യം എന്താണ്? ശിവായ ലോകസ്യ ഭവായ ഭൂതയെ ഉത്തമശ്ലോകപരായണാജന ജീവന്തിന ആത്മാർത്ഥമസോ പരാശ്രയം മുമോചതുർവിദ്യ കുതക്കളേവരം. ലോകസ്യ ശിവായ ഭവായ രണ്ടും ഒന്ന് തന്നെ കേട്ടോ. ശിവനും ഭവൻ രണ്ടും മംഗളം. ലോകഹിതത്തിനായിക്കൊണ്ട് ഭൂതയെ ഉത്തമ ശ്ലോകപരായണ ഭഗവാനെ ആശ്രയിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്നു. ജീവന്തി ന ആത്മാർത്ഥം, ശരീരത്തിന് വേണ്ടിയല്ല, ആത്മാവിന് വേണ്ടി ഈശ്വരനെ അറിയാനും ജീവിച്ച് ആ കളയവരം ഏത് കാരണത്താൽ ഉപേക്ഷിച്ചു. ഭഗവാനെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാർ ലോകത്തിൻ്റെ സുഖത്തിനും സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. തനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇല്ല എന്നാണ്. അതിലവർക്ക് വിഷമമില്ല. ശരീരത്തെ ആ ചക്രവർത്തി എന്തിനു വേണ്ടിയിട്ടാണ് ഉപേക്ഷിച്ചത്? തസ്സർവന്ന സമാചക്ഷപ്രിട്ടോ യതിയകിഞ്ചന മന്യേത്താം വിഷയേ വാചാം നാദമന്യത്ര ചാന്തസാൽ. ഞങ്ങൾ ഈ ചോദിച്ചതിനൊക്കെ അങ്ങ് മറുപടി പറയണം. മന്യേത്താം വിഷയേ വാചാം നാദമന്യത്ര ചാന്തസാൽ. വൈദികങ്ങളെ ഒഴിച്ച് ഞങ്ങളോട് പറയണം. വേദങ്ങൾ വാക്കുകൾ അത് ഞങ്ങൾ കുറെ കേട്ടു, ഇനി കേൾക്കണമെന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയണം. അപ്പം ഇനി വ്യാസൻ്റെ ഉൽപ്പത്തി പറയണം. സൂത ഉവാച ദ്വാപരേ സമനുപ്രാപ്തേ തിഥിയേ യുഗപരിരേ ജാതപരാശരാത് യോഗീ വാസവ്യാങ്കലയാഹരേ. മൂന്നാമത്തെ യുഗത്തിലെ കൃതം ത്രേതാ ദ്വാപരം, മൂന്നാമത്തെ യുഗത്തിൻ്റെ അവസാനത്തിൽ ദ്വാപരേ സമനുപ്രാപ്തേ, ദ്വാപരം കഴിഞ്ഞിരിക്കണു, അതാണ് മൂന്നാമത്തെ ആവുള്ളൂ. കൃതം ത്രേതാ ദ്വാപരം കലി, മൂന്നാം ഭാരം കഴിഞ്ഞപ്പോൾ പരാശരനിൽ നിന്ന് സത്യവതിയിൽ വ്യാസൻ ജനിച്ചു. തോണി കടത്തുന്നതായിട്ടുള്ള സമയത്ത്, ആ സമയത്ത് മഞ്ഞുണ്ടാക്കി സംഗമിച്ചിട്ടാണത്രേ സത്യവതിയിലെ പരാശരന് വ്യാസൻ ഉണ്ടായത്. ആ ഒരു മുഹൂർത്തത്തിലൊരു പുത്രൻ അല്ലെങ്കിൽ ജനനം ഉണ്ടായാൽ അത് ലോകോപകാരപ്രദമാവും എന്ന കാരണം കൊണ്ടാണ് പരാശരന് ഇത്തരം ഒരു പ്രേരണ ഉണ്ടായത്. അങ്ങനെയുള്ള പ്രേരണകൾ മഹാന്മാർക്ക് സാധാരണഗതിയിൽ ഉണ്ടാവില്ല എന്നാണ്. ഉണ്ടായാൽ അതിനെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, അങ്ങനെ അത് ഉണ്ടാവുള്ളൂ.
എന്ന് വിചാരിച്ചിട്ടാണ് സത്യവതിയിൽ ജനിച്ചത്. സ കഥാചി സരസ്വത്യ ഉപപൃശ്യ ജലം ശുചി വിവിക്ത ഏകാസീന ഉദിതേ രവിമണ്ഡലേ. സരസ്വതീ നദിയിൽ ജലം തൊട്ട് വിവിക്ത ഒഴിഞ്ഞ ഏകാഗ്രത്തിൽ ഇരുന്നു. രവിമണ്ഡലേ ആസീന ഇരിക്കയായിരുന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ ആ സമയത്ത് അവിടെ സരസ്വതീ നദീ തീരത്ത് അദ്ദേഹം ഇരിക്കുകയായിരുന്നു. വ്യാസൻ ഇരുന്നു. പരാപരജ്ഞസ്തരട്ടിക്കാലേന വ്യക്തരംഭസായുഗധർമ്മ പ്രാപ്തം യുഗേ യുഗേ. അപ്പം അദ്ദേഹം മനസ്സിലാക്കി, പരാപരജ്ഞൻ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ, എന്തോ കാലം പഴയ്ക്കാൻ പോവുകയാണ്. കലിയുഗമാണല്ലോ വരുന്നത്. അവരം കഴിഞ്ഞാൽ കലിയാണ്, കൃതം ത്രേതാൻ അവരം കലി. അതുകൊണ്ട് യുഗേ യുഗേ, ഓരോ യുഗം കഴിയുന്തോറും ധർമ്മം കുറഞ്ഞു വരും. ഈശ്വര, അനവധി ജനങ്ങൾ ഇവിടെ അധർമ്മത്തിൽപ്പെട്ട് കഷ്ടപ്പെടാനും സങ്കടപ്പെടാനും മനസ്സമാധാനം ഇല്ലാതാവാനും പോവുകയാണ്. ഭൗതികാനാഞ്ച ഭാവാനാൻ ശക്തിക്രാസഞ്ച തക്തം അശക്തദാനാൻ നിസ്തത്താൻ ദുർമേധാൻ ഹസിതായുഷ. ദുർമേധാൻ ദുർബുദ്ധി ഉണ്ടാവുക, ഹസിതായുഷ ആയുസ് കുറയുക. പണ്ടൊക്കെ ഇതിനേക്കാളും ആയുസ്സുണ്ടായിരുന്നു. 60,000 കൊല്ലം 10,000 കൊല്ലം രാജ്യം ഭരിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇവിടെ ആയുസ് ഇതാ കുറയാൻ പോണു, അധർമ്മം വർദ്ധിക്കാൻ പോണു, ആർക്കും തന്നെ സമാധാനം ഇല്ലാതാവാൻ പോകുന്നു. ദുർഭഗാഞ്ച ജനാൻ വീക്ഷ്യമുനി ദിവ്യേന ചക്ഷുട. ദുർഭഗം നിർഭാഗ്യവാന്മാരായി ജനങ്ങൾ. മുനി വല്ലാതെ ദുഃഖിച്ചു. ദിവ്യ ചക്ഷുസ് കൊണ്ട് ഇതെല്ലാം അങ്ങനെ കണ്ടറിയാണ്. അങ്ങനെയൊക്കെ ആവുകയാണ് ലോകം. സർവവർണാശ്രമാണ് വ്യക്തിത്വഹിതം അമോകതൃക്ക്. എല്ലാ വർണ്ണത്തിലും ആശ്രമത്തിലും പെട്ടവർക്ക് എങ്ങനെയായാൽ സുഖം കിട്ടും, അവർക്ക് ഹിതം ധ്യാനിച്ചു. എല്ലാവർക്കും ഗുണം കിട്ടുന്ന ഒരു സംഹിതയോ എന്തെങ്കിലും ഒരു കർമ്മമോ താൻ ചെയ്യണം. അതിൽ ജാതി മതഭേദമൊന്നുമില്ല, എല്ലാവർക്കും ഗുണം കിട്ടുന്ന എന്ത് ഞാൻ നല്ലതിപ്പോൾ ചെയ്യും. ദുർഭഗാഞ്ച ജനാൻ വീക്ഷ്യമുനിർദിവേന ചക്ഷുഷ. സർവവർണാശ്രമാണാം വ്യക്തിത്വോ ഹിതം അമോഘദൃക്. അമോഘദൃഷ്ടിയായിരിക്കുന്ന, നിഷ്ഫലമല്ലാത്ത അപാരമായ ദൃഷ്ടി കാഴ്ചപ്പാടുള്ളതായിരിക്കുന്ന അദ്ദേഹം എല്ലാവർക്കും സുഖം, ജാതി മതഭേദമെന്നേ കിട്ടാൻ എന്താണ് വേണ്ടത്? ഭൗതികാനാഞ്ച സാഹത്രം എന്നാണ്. ഭൗതിക രീതിയാണ് എല്ലാവർക്കും ഉള്ളൂ. ആത്മാവിനെക്കുറിച്ചുള്ള ചിന്തയാവട്ടെ അത്തരം കാര്യങ്ങളോ ഇല്ലാതെ വെറുതെ ഉണ്ടിട്ടും ഉറങ്ങിയിട്ടും കണ്ണിനെ സുഖിപ്പിച്ചിട്ടും ചെവിയെ സുഖിപ്പിച്ചിട്ടും കളയാണ് ആയുസേ. അത് ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാലോ അങ്ങനെയുള്ള ചിത്രങ്ങൾ. ഇത് കണ്ട് വല്ലാതെ വിഷമം തോന്നി. അത് കഷ്ടം, ഈ ലോകം ഇങ്ങനെ ആയല്ലോ. പക്ഷേ ഇവരെ എന്ത് ചെയ്യാൻ രക്ഷിക്കാൻ ഇതങ്ങനെ ചിന്തിച്ചു. ചാതുർഹോത്രം കർമ്മശുദ്ധം ജനാനാം വീക്ഷവേദികം വിരതാദജ്ഞ സന്ധ്യത്തെ വേദമേകം ചതുർവിധം. ആദ്യം വേദം ഉണ്ടാക്കി, പിന്നെ ആ വേദത്തിനെ 4 ആക്കിയിട്ട് ഭാഗിച്ചു. ചാതുർഹോത്രം മുതലായിട്ടുള്ള കർമ്മങ്ങളും സൃഷ്ടിച്ചു എന്ന് പറയുകയാണ്. ചാതുർഹോത്രം കർമ്മതന്ത്രം 4 വിധമായിട്ട് ഇതിനെ പിന്നീട് വിഭജിച്ചു. വേദാത്യജ്ഞസന്ധത്തെ വേദമേകം ചതുർവിധം. ഏകമായിരിക്കുന്ന വേദത്തെ 4 ആക്കിയിട്ട് ഭാഗിച്ചു. മുമ്പ് ഒറ്റ വേദം എത്ര ഉണ്ടായിരുന്നുള്ളൂ. ഋക്ക യജുസ് അഥർവം സാമം എന്നീ 4 ആക്കിയിട്ട് അതിനെ ഭാഗിച്ചു. ഓരോരോ ആചാര്യന്മാർക്ക് കൂടിയിട്ട് സുമന്തു, ജൈമിനി, പൈലൻ മുതലായിട്ടവർ കൂടിയിട്ട് അത് പ്രചരിക്കുകയും ചെയ്തു. ഋക് യജുസാം അഥർവ്യാഖ്യ വേദ ചത്വാര ഉദ്ധൃത ഇതിഹാസ പുരാണഞ്ച പഞ്ചമോ വേദ ഉച്ചതേ. ഏതൊക്കെയാ 4 വേദങ്ങൾ? ഋക്ക യജുസ് സാമം അഥർവ്യാഖ്യ. അഥർവ്യാഖ്യ എന്നാണ് വേർഡ് വരുന്നത്. അഥർവ്യാഖ്യ വേദ ചത്വാര ഉദ്ധൃത 4 വേദങ്ങൾ. 5ാമത്തെ വേദം എന്ന് പറയുന്നത് അത്ര ഇതിഹാസവും പുരാണവും. മൊത്തത്തിൽ അതിനെ ഇതിഹാസത്തിനെയും പുരാണത്തിനെയും പഞ്ചമോ വേദ ഉച്ചതേ, വേദത്തിന് തുല്യം തന്നെയാണ്, ഒട്ടും കുറവല്ല. അതാണ് പഞ്ചമോ വേദ ഉച്ചതേ. തത്ര ഋഗ്വേദധര പൈല. തത്ര ഋഗ്വേദധര എന്ന് ചെല്ലാൻ വിഷമമുള്ളവർക്ക് ഋഗ്വേദം എന്ന് പിരിക്കാം. തത്ര ഋഗ്വേദധര പൈല സാമഗോ ജൈമിനി കവി വൈശമ്പായന ഏവേകോ നിഷ്ണാദോ യജുഷാമുദ. ഋഗ്വേദത്തെ ധരിച്ചവരാണ് പൈലൻ. സാമഗോ ജൈമിനി കവി, സാമഗാനത്തെ ഗാനം ചെയ്യുന്നവൻ പൈലൻ. ജൈമിനി യജുഷാം, യജുസിൽ മുങ്ങിയവൻ. വൈശമ്പായനൻ അഥർവവേദവും. അഥർവവേദത്തിൽ അങ്കിരസാണ് വരാൻ പോണേ ഉള്ളൂ.
ഋഗ്വേദതര പൈലനാണ്, സാമഗോ ജൈമിനിയാണ്, വൈശംപായന യജുഷാമുദ 3 നാലാമത്തെയോ തഥർവാങ്കിരസാമാസീത്. അടുത്ത ശ്ലോകത്തിലാണ് അഥർവ അങ്കിരസാമാസീത്. അങ്കിരസ് മഹർഷിയാണ് 4ാമത്തെ വേദം, അഥർവവേദം. സുമന്തുർദാരുണോ മുനി ഇതിഹാസപുരാണാനാം പിതാമേരോ മഘക്ഷണ. ക്രൂരകർമ്മങ്ങളെപ്പറ്റി പറയുന്നു. ഭാഗത്തെ ക്രൂരനായിട്ടുള്ള സുമന്തു എന്ന മുനിയാണ് പഠിച്ചത്. അവൻ അങ്കിരസിൻ്റെ ശിഷ്യനാണെന്നർത്ഥം. ഏതേരക്ഷയോ വേദം സംസംവ്യത്യനേകതാ ശിഷ്യേപശിക്ഷേ തച്ചിഷ്യേ വേദാർത്ഥേശാഖിനോ ഭവൻ. അത് അവരുടെ ശിഷ്യന്മാരെ എന്ന രീതിയിൽ ഭൂമിയിൽ പ്രചരിച്ചു. ശിഷ്യേ പ്രശിഷ്യേ തച്ചിഷ്യേ, അവരുടെ ശിഷ്യന്മാർ എന്ന വിധത്തിൽ പരമ്പരയോട് കൂടിയിട്ട് പ്രചരിച്ചു. തേവ വേദോ ദുർമേദേ ദാര്യന്തേ പുരുഷർ യഥാ ഏ പഞ്ചകാര ഭഗവാൻ വ്യാതകൃപണവത്സവ. തേ വേദ ഏവ, ആ വേദങ്ങൾ തന്നെ, ദുർമേദേഹി പുരുഷേ, ബുദ്ധി കുറഞ്ഞവർ എങ്ങനെ ധരിക്കപ്പെടുമോ വ്യാസൻ അത് ചെയ്തു. തക്കവിധം ദുഃഖങ്ങളിൽ കരുണയോടു കൂടിയ ഭഗവാൻ വ്യാസൻ ശാഖോപശാഖകളാക്കിയിട്ട് വിഭജിച്ചു. അത്ര തന്നെ മുന്നോട്ട് എത്താത്തവർക്കും കൂടി അത് ഉപകാരപ്പെടണമെന്ന് വിചാരിച്ചിട്ടൊക്കെ ചെയ്തു നോക്കി. പക്ഷെ ഉദ്ദേശിച്ച ഫലം കണ്ടില്ല. ത്രീശൂദ്ര ദ്വിജബന്ധൂനാം ത്രൈനശ്രുതിഗോചര കർമ്മശ്രേയസി മൂഢാനാം ശയേബംബവേദിക ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാകൃതം. അപ്പം തോന്നി വേദങ്ങൾ അത്ര വേഗം എല്ലാവർക്കും കൊള്ളാൻ സാധിക്കില്ല. സത്യമാണല്ലോ. മഹാഭാരതം ഉണ്ടാക്കി എന്നാണ്. എന്തിനു വേണ്ടി? ത്രിശൂദ്ര ദ്വിജബന്ധൂനാം, സ്ത്രീകൾക്ക്, ദ്വിജബന്ധുക്കൾക്ക്, ബ്രാഹ്മണരോട് അടുത്ത് നിൽക്കുന്നവർക്ക്, അതുപോലെ ബന്ധുക്കൾക്ക്, ശൂദ്രർക്ക്, ഇവർക്ക്, സ്ത്രീകൾക്കടക്കം ബ്രാഹ്മണരിൽ താണവർക്ക് വേദം അത്ര വേഗം പ്രകാശിക്കില്ല, കേൾക്കാൻ തന്നെ പാടില്ല പണ്ടൊക്കെ എന്നാണ് പറയുക. അങ്ങനെ ധരിച്ചിട്ട്, അങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? മഹാഭാരതം രചിച്ചു. അതെല്ലാവർക്കും ആവാം. ഏവം പ്രവൃത്യസ്ഥത ഭൂതാനാം ചയസിദ്ധിജ സർവാത്മകേനാഭിയത നാസുറ്റത്തിദയം ദദാ. എന്നിട്ടും ആ ഹൃദയം സന്തോഷിച്ചില്ല. മഹാഭാരതം 1,25,000 ശ്ലോകം, ധർമ്മത്തിൻ്റെ അറ്റം മുഴുവൻ അതിലുണ്ട്. അതിൽ കാണാത്തൊന്നും ഈ ലോകത്ത് കാണില്ല എന്നാണ്. എന്നിട്ടും എന്തുണ്ടായില്ല? സമാധാനം ഉണ്ടായില്ല. നാ തുഷ്യത് ഹൃദയം സന്തോഷിച്ചില്ല. നാദിപ്രസീതത്തരത്തരത്തടയോ വിതർക്കയൻ വിവിക്തത്ത ഇതം പ്രോവാചധർമ്മവിത്. അങ്ങനെ ഇരിക്കുന്ന ആലോചിക്കുന്നതായിട്ടുള്ള അവൻ പറഞ്ഞു, ധൃതവ്രതേനകിമയാ ചന്താം തിഗുരവോഗ്നയാ മാനിതാ നിർവളീകേന ഗൃഹീതൻ ജാനുശാസനം. വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടും വളരെ കഷ്ടപ്പെട്ടിട്ടും ഇതെല്ലാം രചിച്ചിട്ടും എന്താണ് എനിക്ക് സമാധാനം കിട്ടാത്തത്? ഭാരത വ്യപദേശേന ക്യാമ്നായർത്ഥശ്ചിത, വേദാർത്ഥ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മഹാഭാരതം രചിച്ചിട്ടും എന്തേ സമാധാനം കിട്ടാതിരുന്നത്? ഭാരത വ്യപദേശേന, ആമ്നായ വേദം, ആമ്നായ അർത്ഥം, അതിൻ്റെ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടിട്ട് മഹാഭാരതം രചിച്ചിട്ടും എന്തേ സമാധാനം കിട്ടാത്തത്? ഭാരത വ്യപദേശേന ക്യാമ്നായ അർത്ഥച്ചദർശിത ദിശ്യതേയത്ര ധർമാദി സ്ത്രീശൂദ്രാദിപിരപ്പിത, സ്ത്രീശാദികൾക്കും കൂടി കൈകാര്യം ചെയ്യാവുന്ന ഭാരതം കൊണ്ടും സമാധാനം കിട്ടിയില്ലല്ലോ. അതാഭിപദമേ ദേഹ്യോ ഹി ആത്മാ ചൈവ ആത്മനാ വിഭോ അസമ്പന്ന യുവാഭാതി ബ്രഹ്മവച്ചസ്ഥിതത്വമാ. എന്തുകൊണ്ടാണ് ഇത്രയും ആത്മതത്വങ്ങൾ എൻ്റെ മനസ്സിൽ ഉളവായിട്ടും എനിക്ക് സമാധാനം കിട്ടാത്തത്? കുറേ ആത്മതത്വങ്ങളൊക്കെ മനസ്സിലുള്ളവർക്കും സമാധാനക്കേടുണ്ടാവുമെന്ന് ഉറപ്പായില്ലേ? വ്യാസന അടക്കാതിനുണ്ടാവാമെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് ഇത്രയൊക്കെ വായിച്ചിട്ട് അയാൾ എന്താ അങ്ങനെ ചോദിക്കണ്ട. ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. കാരണം വ്യാസന അടക്കം സമാധാനം ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ വേണ്ട വിധത്തിൽ അങ്ങോട്ട് ചിന്ത ആയില്ലെങ്കിൽ കുറേ അറിവുകൊണ്ട് സമാധാനം കിട്ടിക്കൊള്ളുന്നില്ല. അതിപ്പോൾ ഒരു തെറ്റൊന്നുമില്ല. വ്യാസനടക്കതുണ്ടായി. ബ്രഹ്മവച്ചതത്വമാ അഭി, ബ്രഹ്മവിചാരം കൊണ്ട് അങ്ങേയറ്റത്തെത്തിയിട്ട് പോലും ആത്മന അസമ്പന്ന, ആത്മാവിലൊരു കുറവ് അനുഭവപ്പെട്ടു. കിംബ ഭാഗവത ധർമാനപ്രായേണ നിരൂപിത പ്രിയ പരമഹംസാനാം സയേവ കശ്ചിത പ്രിയ. പരമഹംസന്മാർക്ക് ഭാഗവത ധർമ്മങ്ങൾ അധികമായിട്ട് നിരൂപണം ചെയ്യപ്പെടാത്തത് കൊണ്ടാണോ? ഭാഗവതധർമ്മം എന്ന് പറഞ്ഞാൽ ഭക്തിമാർഗം,
ഭക്തിമാർഗം അത്രയേ ഉള്ളൂ. അതൊക്കെ കർമ്മമാർഗം, ജ്ഞാനമാർഗം, ജ്ഞാനകാന്ഡം, കർമ്മകാന്ഡം, ഇങ്ങനെ വേദത്തിൽ 2-3 ആക്കിയിട്ട് വിഭജിക്കും. ജ്ഞാനകാന്ഡം, ഉപാസനാകാന്ഡം, അതുപോലെ തന്നെ കർമ്മകാന്ഡം. അത് മാത്രമേ പറഞ്ഞുള്ളൂ. ഭക്തിയോഗം വേദത്തിൽ കുറവാണ്. അതുകൊണ്ടാണോ ഭാഗവത ധർമ്മം പറയാത്തത് കൊണ്ടാണോ, ഭക്തി പറയാത്തത് കൊണ്ടാണോ തനിക്ക് വിഷമം ഉണ്ടായത്? ഇപ്രകാരം ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഭാരതൻ അവിടെ വരുന്നത്. തസ്സേവങ്കിലമാത്മാനം മന്യമാനസഹിതം കൃഷ്ണത്തെ നാരദോ അഭ്യാഗാത്. കൃഷ്ണൻ്റെ വ്യാസൻ്റെ അടുത്ത് നാരദൻ എത്തിച്ചേർന്നു. ആശ്രമം പ്രാകുതാകൃതം തം അഭിജ്ഞായ തഥാവൃത്യുത്തായാഗതം മുനി പൂജയാമാസ വിധിവൽ നാരദം സുരപൂജിതം. ദേവന്മാരാൽ പോലും പൂജിക്കപ്പെട്ടതായിരിക്കുന്ന നാരദനെ വ്യാസൻ വേണ്ട വിധം പൂജിച്ചിരുത്തി എന്ന് പറയുകയാണ്. ശരി, എവിടെയാണ് 4ാമത്തെ നിർത്തിയത് എന്ന് നിശ്ചയില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞതാണ്. 6ാമത്തെ അധ്യായം അടുത്ത ദിവസം കേൾക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.